ഇനി ഒരു വിയോഗത്തിൻ്റെ വാർത്തയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പത്മശ്രീ തുളസി ഗൗഡ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. അങ്കോളയിലെ ഹൊന്നാലി ഗ്രാമത്തിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. 2021 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി അവരെ ആദരിച്ചിരുന്നു. അരുൺ പൂപ്പറമ്പ ബംഗളൂരിൽ നിന്ന് ടെലിഫോണിൽ ചേരുന്നു. അരുൺ, വിശദാംശങ്ങൾ. എസ് കെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കർണാടക അങ്കോള താലൂക്കിലെ ഹൊന്നല്ലി എന്ന ഒരു ഗ്രാമീണ പ്രദേശത്തിൽ ജനിച്ചു വളർന്ന് പിന്നീട് ലോകത്തിന്റെ തന്നെ ശ്രദ്ധ നേടിയ ഒരു വ്യക്തിയാണ് തുളസി ഗൗഡ. ഈ പരിസ്ഥിതി വന സംരക്ഷണത്തിൽ വലിയ മാതൃകയായിരുന്നു. അതായത് സ്വയം ആർജിച്ചെടുത്ത വളരെ കുട്ടിക്കാലത്ത് തന്നെ ഈ പ്രകൃതിയോട് ചേർന്നൊരു ജീവിതം, ആ പ്രകൃതിയെ ചേർത്ത് പിടിച്ചുള്ള ഒരു ജീവിതം, അങ്ങനെ ആർജിച്ചെടുത്ത അറിവുകൾ ഈ വൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചും അങ്ങനെ ആർജിച്ചെടുത്ത അറിവുകൾ അത് പിന്നീട് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ഒരാളായിരുന്നു തുളസി ഗൗഡ. നിരവധിയായിട്ടുള്ള പുരസ്കാരങ്ങൾ തുളസി ഗൗഡയെ തേടി എത്തിയിരുന്നു. 2021 രാജ്യം പത്മശ്രീ പുരസ്കാരം നൽകി ആദരിച്ചത്. 30,000-ലധികം മരങ്ങൾ സ്വന്തമായി വെച്ചുപിടിപ്പിച്ചു. അത് മരങ്ങൾ വെച്ചു പിടിപ്പിക്കുക എന്നതിനപ്പുറത്തേക്ക് അത് പരിപാലിക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള മാർഗങ്ങൾ, അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ ചെറുപ്പത്തിൽ തന്നെ ആർജിച്ചെടുത്ത ആ കാര്യങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ആ വൃക്ഷത്തൈകൾ പരിപാലിക്കുന്ന ആ പ്രക്രിയ വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോയി. അത് വലിയ മാതൃകയായി പിന്നീട് ഈ പുതിയ തലമുറക്ക് പഠിക്കാൻ ഒരു പഠനോപാധി ആയി തന്നെ ഈ തുളസി ഗൗഡയുടെ ജീവിതം മാറുകയുണ്ടായി. രാജ്യം അതായത് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിൽ, കർണാടക പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിലും വനം വകുപ്പിന്റെ ഒക്കെ പ്രത്യേക വന സംരക്ഷണ പരിപാടികളിലൊക്കെ അതിഥിയായും അവിടെ ഈ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഉൾപ്പെടെ ഈ കർണാടകയിലെ ഗ്രാമീണ പ്രദേശത്ത് തുളസി ഗൗഡ പോവുകയുണ്ട്. അങ്ങനെ ലോകമാകെ ശ്രദ്ധിച്ച ഒരു വനിതയാണ്. 80 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ തുടർന്നായിരുന്നു അന്ത്യം. അതായത് ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ വെച്ച് തന്നെയാണ് അന്ത്യം സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പരിസ്ഥിതി വന സംരക്ഷണത്തിൽ സ്വയം ആർജിച്ചെടുത്ത അറിവുകൾ ലോകത്തിന് തന്നെ പകർന്നു നൽകിയ ഒരു വ്യക്തിയാണ് ഇപ്പോൾ വിടവാങ്ങിയിട്ടുള്ളത്. എന്തായാലും രാജ്യം ആദരിച്ച ഒരു വ്യക്തിയാണ് കടന്നുപോയിരിക്കുന്നത്. അവരുടെ നിര്യാണത്തിൽ 24 ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.